ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന കുറച്ച് ക്ലിപ്സുകളും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പിപ്പെറുക്കിയാണ് ഞാൻ വീഡിയോ എടുത്തത്. എവിടെ ഞാൻ ചെയ്ത് വെച്ചേക്കണമെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല, മീൻസ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരാഴ്ച മുന്നേ നമ്മുടെ പാക്കിങ്ങൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ കണ്ടോ, ഇത് മുഴുവനും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തു. അതിൻ്റെ അപ്പുറമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഒരു സെഷൻ പാക്ക് ചെയ്തു, കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വീട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിതെല്ലാം എല്ലാം ഇതാക്കി വെച്ചേക്കും കേട്ടോ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തീരുമല്ലോ. ഒരു വീട് മാറുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങളിപ്പം ഇത് 3ാമത്തെ വീടാട്ടോ. അതായത് ഇനി നമ്മൾ സ്വന്തമായിട്ടൊരു വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം 3ാമത്തെ വീട് മാറ്റമായത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ട്. ഞാനിവിടെ ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാം. അപ്പം മഴ ആയതുകൊണ്ട് ഡ്രസ്സ് ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. അവിടെ വാഷിംഗ് മെഷീനൊക്കെ ഓണാക്കി ഇട്ടേക്കണം. മൊത്തം അലമ്പായി കിടക്കുക കേട്ടോ വീടൊക്കെ. നമ്മളിവിടെ എല്ലാം കൂടെ മാറ്റിയിട്ട് വേണം ഇവർക്ക് വീട് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട്. പതുക്കെ വീട് ക്ലീൻ ചെയ്യണേ. അതായത് ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും മടുത്തു പോവും. അപ്പം ഇതിപ്പോൾ മാറുന്നതിൻ്റെ ഒരാഴ്ച മുന്നത്തെ കാര്യങ്ങളാട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഞാനൊരു തിങ്കളാഴ്ച തൊട്ട് എല്ലാ പരിപാടിയും തുടങ്ങി. തിങ്കളാഴ്ച എന്നല്ല, അതിന് മുന്നേ തൊട്ട് ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്യാൻ തുടങ്ങി. ആകുമ്പോൾ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചെങ്കിലും ഇതായിട്ട് ചെയ്യാമല്ലോ. അല്ലെ ഹറിബറി ആയിരിക്കും, ഓടിപ്പിടച്ചെല്ലാം ചെയ്ത്. ഞങ്ങൾ ഇതിന് മുന്നേ താമസിച്ച റെൻറ്റ് വീട്, അതൊരു വീടിൻ്റെ മേളിലായിട്ടാണ് താമസിച്ചത്. അപ്പം അത് ഞങ്ങൾ വിചാരിച്ചു വലിയ പണിയൊന്നും ഉണ്ടാവത്തില്ല എന്നിട്ടോ. പക്ഷെ ഒരു വീട് മാറുക അല്ലെങ്കിൽ വീട് ഷിഫ്റ്റിങ്, സാധനങ്ങൾ പാക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാട്ടോ. ഭയങ്കര തലവേദന പിടിച്ച പണിയാ. അപ്പം എല്ലാവരും എന്താ പറയുക, സ്വന്തമായിട്ട് വീടുള്ളവർക്ക്, വീടില്ലാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. റെന്റിനൊക്കെ താമസിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും കൂടുതലായിട്ടും. അപ്പം അങ്ങനെ ഹേ ഗായ്സ്, ഞാനാണെങ്കിൽ ഫുൾ ക്ലീനിങ്ങിലായിരുന്നു. മൊത്തം അലങ്കോലമായിട്ട് കിടക്കാം. കുറേ ക്ലീൻ ചെയ്തു. ക്ലീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊണ്ടുപോകുന്ന ഫർണിച്ചേഴ്സ്, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എന്തായാലും നമുക്ക് നല്ല നല്ല സാധനങ്ങളാണല്ലോ. അപ്പോൾ നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി അതൊക്കെ ഇനി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നു. നാളെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ദിവസം. ഒരു സൺഡേ ആയിരിക്കും. ഈ വീഡിയോ എന്നാ വരുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ കിട്ടുന്ന സമയത്ത് വേഗം ഓരോരോ ക്ലിപ്പുകൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. അതൊക്കെ വാഷ് ചെയ്ത് തുടച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ അത്രയാണ് ഫർണിച്ചേഴ്സിൽ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പുറം എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം ചെയ്തു. പിന്നെ അവിടെ പോയായിരുന്നു, വീട് പണിയുന്നിടത്ത്. അവിടെ കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയും പോയി. അവിടെ നമ്മുടെ വീടിനകം ക്ലീൻ ചെയ്യണമായിരുന്നു, തുടയ്ക്കണമായിരുന്നു. അപ്പം അതിനും ചെന്നു. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടത്തിനിടയിൽ പെട്ടെന്നൊന്നും ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പം മുറ്റമൊക്കെ ഒന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അടിച്ചിട്ടു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനി സമയം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. പറ്റുന്നത് പോലെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി വീടിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അതിന് മാത്രം സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുവാണ്. കുറേയൊക്കെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് വെച്ചു. ഇനിയും വെക്കാനുണ്ട്. നമ്മുടെ AC ഊരാനായിട്ട് ആൾക്കാർ വന്നേക്കാണ്. അപ്പം അവരത് AC ഒക്കെ ഒരുക്കൊണ്ട് ഇരിക്കാം. അത് ഉരിഞ്ഞപ്പുറം നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടയക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് AC ഊരാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ പുറത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെയൊക്കെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ അവസ്ഥ ഇതാണ്. അലങ്കോലമായി കിടക്കുന്ന വീട്. അലമാരയൊക്കെ ഞാൻ തുടച്ചിട്ട് ഇട്ടേക്കാതെ. ഇവിടെ കുറേ സാധനങ്ങൾ
കുറേ സാധനം ഇതൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാട്ടോ. കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനും കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കളയാൻ. ദേ ഇവിടെയൊക്കെ അലങ്കോലം. അടുക്കള കാണാനായിട്ട് എനിക്ക് അടുക്കളയിലേക്ക് പോകാനേ തോന്നണില്ല. അതുമാതിരിയാ. ഇപ്പം എക്കോ പോലെ ഉണ്ട്. ഇതിനകത്തുള്ള കുറേ സാധനങ്ങൾ നമ്മൾ എടുത്ത് മാറ്റിയല്ലോ. അപ്പോൾ എക്കോ പോലെ സൗണ്ട് കയറി വരും. നമുക്ക് നമ്മുടെ സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം ഇതൊക്കെ കുറേ പാത്രങ്ങൾ ദേ ഇവിടെ ഞാൻ കുറേ മീൻസ് കഴുകി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ തുടച്ചിട്ട് ചാക്കിലേക്ക് ആക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ AC അന്ന് വന്ന് കൊണ്ടുപോയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ മിറർ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഇനി വീട് മൊത്തത്തോടു കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഈ ഫ്രിഡ്ജ് ഇന്ന് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം സമയം കിട്ടുന്നതനുസരിച്ച് ക്ലീൻ ചെയ്യണം. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറ്റണില്ല. ഇവിടെ കുറച്ച് ഡ്രസ്സ് കൂടെ അലക്കാനുണ്ട്. അപ്പം ഇന്നത്തെ മൊത്തത്തോടു കൂടി അലക്കിയിടാമെന്നുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂള് ഞാൻ ഇന്നലെ വൈകുന്നേരം അടിച്ചു വാരിയായിരുന്നു. സ്വിമ്മിംഗ് പൂള് മാത്രമല്ല ഈ ചുറ്റുമുള്ള സംഭവങ്ങളെല്ലാം. ഇത് ഭയങ്കര വലിയ സാധനമാട്ടോ. ഇത് വീഡിയോ കാണുന്ന പോലെ ഒന്നും അല്ല, ഭയങ്കര വലുതാണ്. അടിച്ചു വാരാനായിട്ടൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ ഇതിപ്പോൾ ഇന്ന് കുറച്ചേരം മുന്നേ ചാടിയതൊക്കെ കേട്ടോ. രാത്രി ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ചാടിയതൊക്കെ ആയിരിക്കും. എവിടുന്ന് ചാടുന്ന പറഞ്ഞു തന്നെയൊന്നും അറിയില്ല. പിന്നെ അത് അവിടെ കൂട്ടി വെച്ചേക്കുന്നതൊക്കെ ഇല്ല, അതൊക്കെ മുഴുവൻ വേസ്റ്റാണ്. അതൊക്കെ കളയാനുള്ളതാണ്. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഡിസ്പോസ് ചെയ്യണം. ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വീട് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പൊല്ലാപ്പ് പിടിച്ച പണിയാണ്. ഇത് ഞങ്ങളുടെ 3ാമത്തെ വീട് ഷിഫ്റ്റാട്ടോ. അപ്പം അത് ഭയങ്കര പൊല്ലാപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. എല്ലാ സാധനങ്ങളും അടുത്ത് നമ്മൾ അടുക്കി പെറുക്കി വെക്കണം. അത് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഉള്ള ബുദ്ധിമുട്ട്, സാധനങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഉപയോഗിച്ച മീൻസ് വീട് മറ്റേ അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ട് കേട്ടോ. നാളെ ഇനി നമ്മൾ 2 ട്രിപ്പായിട്ട് നമ്മൾ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടെ ഇതിനകത്ത് തന്നെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. നമ്മൾ മൊത്തത്തിലൊരു വീഡിയോ ആയിട്ടാണ്, അല്ലാതെ അതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് എനിക്കതിന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഞാൻ എടുക്കുന്ന ക്ലിപ്സൊക്കെ ഏത് കഴിഞ്ഞിട്ട് ഏതെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടും കൂടെ ഇരിക്കുന്ന കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. 2 ദിവസമായിട്ട് ഭയങ്കര വെയിലാണ്. നല്ല വെയിലുണ്ട്. ഇടയ്ക്ക് ചെറിയ ഒരു മഴ ചാറി പോകുന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ വെയിലുള്ളത് കൊണ്ട് അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ഉണങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ പണികളൊക്കെ നടക്കുന്നുണ്ട്. മഴയാണെങ്കിൽ മൊത്തം നനഞ്ഞ് കുളിച്ച ഒരവസ്ഥയാണല്ലോ. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഇന്നും കൂടെ ഇവിടെ ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എനിക്കൊരു കോൾ ഇടയ്ക്ക് കയറി വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയതേ. ഞാനെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവിടുന്ന് ഇപ്പം ഇന്നും കൂടെ ഉള്ളൂ. നാളെ തൊട്ട് പുതിയ സ്ഥലത്ത് പുതിയ വിശേഷങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയൊരു തുടക്കം എന്ന് വേണേൽ പറയാം. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഈ ഒരു കുറച്ച് ഒരു 2-3 വീഡിയോ ആണെന്ന് തോന്നുന്നു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. വോയിസ് ഓവർ കൊടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് 1-2 വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1 അല്ലെങ്കിൽ 2, ഇതും കൂടെ കൂട്ടി 2 ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതോടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ വീട്ടിലെ വിശേഷങ്ങളും പുതിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു വീടായിരുന്നു. പക്ഷേ നമുക്ക് ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാണെങ്കിലും നമ്മൾ ഇവിടുന്ന് മാറേണ്ടതാണ്. റെന്റ് ഹൗസാണ്, സ്വന്തമായിട്ട് വീടൊന്നും അല്ല. അപ്പോൾ നമ്മൾ മാറേണ്ടതാണ്. അപ്പം ഇത് ഇച്ചിരി നേരത്തെ ആയി, കുഴപ്പമില്ല. ഞങ്ങൾ താമസിച്ചതിൽ വീടായിട്ട് എടുത്ത് താമസിച്ചത് ഇതായിരുന്നു. ബാക്കി 2ഉം ഒരു വീടിൻ്റെ മേളിൽ ആയിട്ട് അങ്ങനെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്ര നാൾ അവിടെ സ്വന്തം വീട് പോലെ നമ്മളവിടെ കണ്ട് അങ്ങനെയായിരുന്നു താമസിച്ചത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ആ 2 സമയത്തും. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ഇത് ഒരു കംഫോർട്ട് പ്ലേസ് ആയിരുന്നു എനിക്കും ഹസ്ബൻഡിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഒരു കംഫോർട്ട്, നമ്മുടെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്ന നല്ലൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മാറുമ്പോൾ ഒരു ഒബിയസ്ലി വിഷമം ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പം അത് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്വപ്നത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും മമ്മിയും, എൻ്റെ മമ്മിയും അനിയത്തിയും ഞാനും ഇച്ചാനും കൂടെയാണ് താമസിക്കുന്നത്. അതിലുപരി എനിക്കും ഇച്ചാനും സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ഒരുപാട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് പതുക്കെ നിറവേറ്റാനായിട്ട് പറ്റും, എന്തായാലും സാധിക്കും. അപ്പം അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു മാറ്റം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൽക്കാലത്തേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് മാറുകയാണ്. കാരണം ഇവിടെ നമ്മൾ റെന്റ് കൊടുത്ത് കിടക്കുന്നതിലും അവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണല്ലോ കുറച്ചും കൂടി സേഫ്റ്റി. ഇവിടെ ഞാൻ ഇച്ചാനും ജോലിക്ക് പോയ പിന്നെ ഞാനിവിടെ തന്നെ ഉള്ളൂ. ഇൻ കേസ് എനിക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും തന്നെയായിട്ട് ഇതൊരു ലാസ്റ്റ് വീടെന്ന് വേണേൽ പറയാം. ഒരു സൈഡ്, ഈ വീടിൻ്റെ ലാസ്റ്റ് ഒരു പോർഷൻ, ഇത് കഴിഞ്ഞിട്ട് വേറെ വീട് അങ്ങോട്ടേക്കില്ല. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് കുറുക്കന്മാരുടെ ശല്യവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് സൗണ്ട് കേട്ടാൽ പോലും എനിക്ക് പേടിയാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം. പിന്നെ റെന്റ് കൊടുത്ത് താമസിക്കേണ്ട. അപ്പം അവിടെ ഒരുമിച്ച് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഒരുമിച്ച് നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മാറുന്നത്. ഓക്കെ, ഹാപ്പി. ഈ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. നാളെ എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത്യാവശ്യം കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് മുറിഞ്ഞ് നടക്കുന്ന ഒരു വീഡിയോ എന്ന് വേണേൽ പറയാം. അങ്ങനെയാണ് ഈ വീഡിയോ. മൊത്തത്തിൽ രണ്ടായിട്ട് ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇങ്ങനെ ഒറ്റ ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ വീഡിയോ. ഇതിപ്പം വീട് ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഇത് വരിക ആയിരിക്കും. അങ്ങനെ അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഹേ ഗായ്സ്, വെൽക്കം. ഇന്നൊരു സൺഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പണികളിലേക്ക് കടന്നു. ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വീട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നതല്ല, ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വരും എടുക്കാനും കയറ്റാനും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ കാണാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ. എൻ്റെ അലമാര. ഓക്കെ. എൻ്റെ മിറർ ഷെൽഫ്. അവിടെ രൂപക്കൂട് ഇളക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ പറ്റുന്നതൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. രൂപക്കൂട് ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ഞാനും കൂടെയാണ് പിടിച്ചുകൂടെ കൊണ്ടുവച്ചത്. അങ്ങനെയൊക്കെ ഇരിക്കും. നമ്മുടെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി എനിക്ക് വീഡിയോയുടെ എൻഡിങ്, ഇടയ്ക്കത്തെ സംഭവങ്ങൾ ഒന്നും എനിക്കറിയത്തില്ല. എവിടെയെന്നാണ് ഞാൻ തപ്പി കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം എല്ലാ വീഡിയോസും കൂടി കിടന്നിട്ട് ഒന്നും എഡിറ്റ് ചെയ്തിടാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തപ്പി കണ്ടുപിടിച്ച് ഇത്രയും ക്ലിപ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്നതോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡും ഇല്ലായിരുന്നു. മടുത്തു പോയായിരുന്നു നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.